നിങ്ങൾക്ക് ഞാൻ റാമിനോട് മിണ്ടിയാൽ എന്താ പ്രശ്നം? അസൂയ തോന്നുന്നുണ്ടല്ലേ നല്ലോണം? നീലിമ ചോദിച്ചു. അതെ, അസൂയ തന്നെയാണ്. അത് അവൻ എന്നെക്കാൾ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല. നീ അവന്റെ കൂടെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ അങ്ങനെ തുറന്ന് സംസാരിക്കുമെന്ന് കരുതിയല്ല നീലിമ അങ്ങനൊരു ചോദ്യം ചോദിച്ചത്. സിദ്ധാർത്ഥ് പറഞ്ഞ മറുപടി കേട്ട് നീലിമ അമ്പരന്ന് പോയി. സിദ്ധാർത്ഥ്, ഡു യു ലവ് മീ? നീലിമ ആശ്ചര്യത്തോടെ ചോദിച്ചു. അപ്പോഴാണ് താൻ പറഞ്ഞതിലെ അബദ്ധം സിദ്ധാർത്ഥ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവളെ സ്നേഹിക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കാൻ അവന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് ഉടനെ അവളെ നോക്കി പറഞ്ഞു. അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത്, നീ എന്റെ എഗ്രിമെന്റ് ഭാര്യയാണല്ലോ. അപ്പോ നീ മറ്റൊരാളോട് അടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. സിദ്ധാർത്ഥ് കള്ളം പറഞ്ഞതാണെന്ന് തോന്നിയെങ്കിലും നീലിമ അത് കേട്ട് വിശ്വസിച്ച മട്ടിൽ അവനെ നോക്കി. രണ്ടുപേരും പിന്നെ ഒന്നും സംസാരിച്ചില്ല. സിദ്ധാർത്ഥ് ഹാളിൽ ചെന്ന് TV ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങോട്ട് നീലിമയും ചെന്നു. ആ സമയം ന്യൂസിൽ രാംദേവിന്റെ വാർത്ത ഓടുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് നീലിമ പറഞ്ഞു. കണ്ടോ, പാവം റാം, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് തലയിൽ കൊണ്ടു നടന്ന ആൾക്കാരെ വരെ തള്ളി പറയോ? നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് കോപത്തോടെ അവളെ നോക്കി. റാമിന്റെ കാര്യം സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും അവൾ ആ കാര്യം തന്നെ പിന്നെയും ആവർത്തിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. നീലിമ അവന്റെ മുഖത്തേക്ക് നോക്കാതെ തുടർന്നു. ശരിക്കും എനിക്ക് അയാളെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അപ്പോൾ ദേഷ്യം അടക്കി. വീണ്ടും അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ തന്റെ മനസ്സിൽ നീലിമയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുമെന്ന് സിദ്ധാർത്ഥ് കരുതി. അവൻ ഉടനെ മറ്റൊരു തരത്തിൽ അവളോട് പറഞ്ഞു. ദേ നോക്ക് നീലിമ, ഇപ്പോൾ സൂര്യയുടെ കരിയർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന നീ ഈ കേസിൽ ചെന്ന് തല വച്ചാ നീ വിചാരിക്കുന്ന പോലെ ഊരാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമത് ഈ റാം ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അയാളൊരു നടനാണ് എന്നല്ലാതെ പേഴ്സണൽ ലൈഫൊക്കെ എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ അവസരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെന്ന് തലയിട്ട് എന്നെ കൂടി ബുദ്ധിമുട്ടിക്കരുത്, അപേക്ഷയാണ്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അത് കേട്ട് അവനെ നോക്കി. ഞാൻ തലയിട്ടതല്ല. എന്നാലും അയാളുടെ കരിയർ എങ്ങനെ നശിക്കുന്നത് കാണുമ്പോ ഒരു സങ്കടം. പാവം റാം, നീലിമ വിഷമത്തോടെ പറഞ്ഞു. അല്ല, നിനക്കെന്താ അയാളോടൊരു സോഫ്റ്റ് കോർണർ? സിദ്ധാർത്ഥ് ചോദിച്ചു. എനിക്കൊരു കുന്തവുമില്ല. അയാള് നല്ലൊരു നടനാണ്. അതുകൊണ്ട് കരിയർ തൊലഞ്ഞു പോരുതെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥിന് ചെറിയ ആശ്വാസം തോന്നി. നീലിമയ്ക്ക് താൻ കരുതുന്ന പോലെ സ്നേഹമൊന്നും രാംദേവിനോടില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്തായാലും താൻ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാവും നല്ലത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുന്ന സ്വഭാവം കുറയ്ക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ നോക്കി. ഞാൻ ഇടപെടുന്നില്ല, പോരെ? നീലിമ അത്രയും പറഞ്ഞിട്ട് TV നോക്കി. സിദ്ധാർത്ഥ് ഉടനെ ചാനൽ മാറ്റി ഒരു പാട്ട് വെച്ചു. നീലിമ അത് കേട്ട് ആസ്വദിക്കുന്നത് പോലെ തലയാട്ടി. കൊച്ചു കുഞ്ഞുങ്ങൾ പാട്ട് കേട്ട് തലയിളക്കുന്നത് പോലെയായിരുന്നു അത്. സിദ്ധാർത്ഥ് അവളുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചു. പാട്ട് അവസാനിച്ചപ്പോൾ സിദ്ധാർത്ഥിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് നീലിമ മുറിയിലേക്ക് പോയി. സിദ്ധാർത്ഥ് അപ്പോഴും ആശ്ചര്യത്തോടെ അവളെ നോക്കി. ഇവളെ കണ്ട ഒരു കുഞ്ഞുള്ള ആളാണെന്ന് ഒരിക്കലും പറയില്ല. ഇവൾക്ക് തന്നെ ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. പാവം, ശരിക്കും അവളുടെ ലൈഫിൽ എന്താവും സംഭവിച്ചിരിക്കുക? സിദ്ധാർത്ഥ് ചിന്തിച്ചു. നീലിമ അപ്പോൾ മുറിയിലെത്തിയിരുന്നു. ചേടാ, ഈ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. അങ്ങേർക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? നീലിമ ഇതെല്ലാം ആലോചിച്ച് കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല. ആ സമയം അവൾ റാമിന്റെ കാര്യമെല്ലാം മറന്നിരുന്നു. സിദ്ധാർത്ഥ് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ. രാവിലെ സിദ്ധാർത്ഥ് ഉണർന്ന് താഴത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ നീലിമയും അശ്വിനും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഡാഡി, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് അച്ചൂട്ടാ, സിദ്ധാർത്ഥ് പറഞ്ഞു. അശ്വിൻ അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവിടെ നിന്നും കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റ് പോയി. മല്ലികയും അവനൊപ്പം പോയി. നീലിമ സിദ്ധാർത്ഥിനോട് ഒന്നും സംസാരിച്ചില്ല. അവളുടെ മനസ്സിൽ അപ്പോൾ സൂര്യയുടെ ഷൂട്ടിനെ പറ്റിയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവൾ അതങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. സിദ്ധാർത്ഥ് അവളോടൊന്നും സംസാരിച്ചില്ല. പിന്നീട് മല്ലിക അവനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു, ഇന്ന് അച്ഛനെ നിന്നെയും ഞാൻ കൊണ്ടുവിടാം. നീലിമയെ നോക്കി സിദ്ധാർത്ഥ് പറഞ്ഞു.
അപ്പോൾ നീലിമ അതിനും തലയാട്ടി. അവൾ തന്നോട് ഒന്നും സംസാരിക്കാത്തത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് പിന്നെയും ദേഷ്യം തെളിഞ്ഞു. നീലിമയുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് അവൾ അശ്വിനെയും കൂട്ടി ഓട്ടോയിൽ ഓഫീസിലേക്ക് പോവേണ്ടി വരുമെന്ന് കരുതിയാണ് സിദ്ധാർത്ഥ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞത്. താങ്ക്സ് സിദ്ധാർത്ഥ്, നീലിമ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനിടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി. അവന് താങ്ക്സ് പറയുന്നത് ഇഷ്ടമല്ലെന്ന് നീലിമയ്ക്കറിയാം. എന്നിട്ടും അവൾ അത് തന്നെ ആവർത്തിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ നോക്കിയിരുന്നു. നീലിമ അത് കണ്ടില്ല. അവൾ വേഷം മാറാനായി മുറിയിലേക്ക് മടങ്ങി. നീലിമ വസ്ത്രം മാറി ഇറങ്ങി വരുമ്പോഴേക്കും സിദ്ധാർത്ഥ് അശ്വിനുമായി കാറിൽ കയറിയിരുന്നു. നീലിമ മല്ലികയോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ശേഷം കാറിൽ കയറി. അപ്പോൾ മല്ലിക അവരെ സന്തോഷത്തോടെ നോക്കി കൈവീശി കാണിച്ചു. പഴയ സിദ്ധാർത്ഥ് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന സ്വഭാവക്കാരനായിരുന്നുവെന്ന് മല്ലികയ്ക്ക് നന്നായി അറിയാം. എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥ് ഒരു ഭർത്താവിന്റെ സകല കടമകളും ചെയ്ത് നീലിമയുടെ കൂടെ സ്വസ്ഥമായി ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ അങ്ങനൊരു പെണ്ണ് വന്ന് കയറുമെന്ന് പോലും ഒരാളും കരുതിയതല്ല. വിവാഹത്തോടുള്ള താല്പര്യക്കുറവ് കാരണം അവൻ ക്രോണിക് ബാച്ചിലറായി ജീവിതകാലം മുഴുവൻ നടക്കുമെന്ന് കരുതിയ ആളുകൾ വരെയുണ്ട്. അഥവാ ആരെങ്കിലും അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അവന്റെ മുരട്ട സ്വഭാവം കാരണം അവനെ ഉടനെ കളഞ്ഞിട്ട് പോകുമെന്നും വരെ ആളുകൾ പണ്ട് പറയുമായിരുന്നു. അങ്ങനെയുള്ള സിദ്ധാർത്ഥാണിപ്പോൾ നീലിമയുടെ കൂടെ സദാസമയവും ഭംഗിയായി കുടുംബം നടത്തുന്നത്. മല്ലിക അഭിമാനത്തോടെ ചിന്തിച്ചു. മല്ലിക സന്തോഷത്തോടെ തന്റെ നേർക്ക് കൈ വീശുന്നത് കാറിലിരുന്ന് നീലിമ കണ്ടിരുന്നു. പാവം മല്ലികാമ്മ, സിദ്ധാർത്ഥും ഞാനും ശരിക്കും ഭാര്യയും ഭർത്താവാണെന്ന് കരുതി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എല്ലാം വെറും നാടകം മാത്രമാണെന്ന്? സിദ്ധാർത്ഥിന്റെ ആരുമല്ല ഈ നീലിമെന്നറിയുമ്പോ മല്ലികാമ്മ എങ്ങനെയാവും പ്രതികരിക്കുക? ഉറപ്പായും സത്യം അറിഞ്ഞാൽ അവരൊരുപാട് ദുഃഖിക്കും. നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീലിമ അതറിഞ്ഞില്ല. അവൾ സിദ്ധാർത്ഥിനെ കുറിച്ചാണ് അപ്പോൾ ചിന്തിച്ചത്. അവന്റെ ജീവിതത്തിൽ നിന്ന് ഏത് നിമിഷവും ഇറങ്ങിപ്പോവേണ്ട ആളാണ് ഞാൻ. ഒരിക്കലും അമിതമായി ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളുടെ ഭാര്യയെ കഴിയാൻ മാത്രമുള്ള പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പാടില്ല. സിദ്ധാർത്ഥ് എന്നാണോ ഇറങ്ങിപ്പോവാൻ പറയുന്നത് അന്ന് താനും മോനും അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നീലിമ പുറത്തേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. ഒരുപക്ഷെ തന്റെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ, സിദ്ധാർത്ഥ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവെങ്കിൽ, അശ്വിൻ സിദ്ധാർത്ഥിനെ തന്നെ സ്വന്തം മകനായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ തനിക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ സന്തോഷമായി ജീവിക്കാൻ കഴിഞ്ഞേനെ. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അശ്വിൻ സിദ്ധാർത്ഥിന്റെ സ്വന്തം മകനല്ല എന്ന് നീലിമ ആലോചിച്ചു. സിദ്ധാർത്ഥിനെ അമിതമായി സ്നേഹിക്കാതിരിക്കാൻ നിയന്ത്രണം വെക്കണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അവളുടെ ഭാവമാറ്റങ്ങളെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്നെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അവൾ അപ്പോഴും റാമിന്റെ കാര്യമാവും ചിന്തിക്കുന്നതെന്നോർത്തപ്പോൾ അവന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. സിദ്ധാർത്ഥിന്റെ ഭാവമാറ്റം ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നു. അയാൾക്ക് പേടി തോന്നി. സാർ, ഇതെന്താ പെട്ടെന്ന് സ്വഭാവം മാറ്റുന്നത്? ഇയാൾ തന്നെയല്ലേ ഇത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന്? പെട്ടെന്ന് എന്തു പറ്റിയാവോ? ഡ്രൈവർ ചിന്തിച്ചു. അപ്പോൾ അവരുടെ കാർ അശ്വിന്റെ സ്കൂളിന് മുന്നിൽ എത്തിയിരുന്നു. സിദ്ധാർത്ഥ് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുചെന്ന് വിട്ട ശേഷം തിരികെ വന്നു. അശ്വിൻ അവർക്ക് നേരെ കൈവീശി ടാറ്റ കാണിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.